ലൈംഗികാധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുലർച്ചെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കും മുൻപ് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അതേസമയം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. പരാതിക്കാരിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നു. ഇന്നലത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. യാതൊരു കൂസലുമില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയത്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ട് സൈഫുനിസയിലേക്ക് പോകാം. ഒന്നുമില്ല ഡബിൾ മീനിങ്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു, അതിന്റെ പേരിലുള്ള കേസാണ് ഇത്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നുള്ള, നമ്മള് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ബോച്ചയ്ക്ക് ജയ് വിളിക്കുന്നവരെ നമ്മൾ അതിനകത്ത് കേട്ടു. ഇപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കുറേ വഷളന്മാർ. നമുക്കൊപ്പം സൈഫുനിസ ഉണ്ട്. സൈഫുനിസ, എന്തായാലും ബോബിക്ക് അതിനകത്ത് കുറ്റബോധമൊന്നുമില്ല, താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. പക്ഷേ പോലീസ് നന്നായി തന്നെ 3 വകുപ്പുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വകുപ്പുകളാണ്. ജാമ്യം കിട്ടുമെന്ന് ചില ആളുകൾ പറയുന്നു. എന്നാലും ഇന്ന് കോടതിയിൽ അറിയാം, മുതിർന്ന വക്കീലിനെ തന്നെയാണ് ഇറക്കുന്നത് ബോബി ചെമ്മണ്ണൂർ. അതിൽ പോലീസ് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അത് ഇന്നലത്തെ അറസ്റ്റിലൂടെ നമ്മൾക്കത് മനസ്സിലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമൊന്നും ഊരിപ്പോരാൻ കഴിയില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഈ നടിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നുള്ളതാണ്. ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ സാഹചര്യത്തിലും ഇന്നിപ്പോൾ എപ്പോഴേക്കായിരിക്കും കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക സൈഫുനിസ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കഴിഞ്ഞ ഒരു രാത്രി ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഞാനുള്ളത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു ഇന്നലെ ഒരു രാത്രി ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. വളരെ നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ രാത്രി പുലർന്ന് ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വിധി കാത്തു നിൽക്കുകയാണ്. ഈ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 11 മണിയോടുകൂടി ഓപ്പൺ കോർട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനു മുമ്പായി ഇന്നലെ ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് ശേഷവും പുലർച്ചയോടെ വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. ഈ അറസ്റ്റിന് മുമ്പും ഒപ്പം തന്നെ കോടതിക്ക് ഹാജരാക്കുന്നതിന് മുൻപും അറസ്റ്റിന് ശേഷവും കോടതി ഹാജരാക്കുന്നതിന് മുമ്പും വൈദ്യപരിശോധന നടത്തണം എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ടാണ് 2 തവണ വൈദ്യപരിശോധന നടത്തുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ ലോക്കപ്പ് മർദ്ദനം ഉണ്ടായി എന്നെന്തെങ്കിലും പ്രതി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ ഇത് തെളിയിക്കാനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ വൈദ്യപരിശോധന റിപ്പോർട്ട്. അതുകൊണ്ടാണ് 2 തവണ വൈദ്യപരിശോധന നടത്തിയിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാമ്യാപേക്ഷ ഉണ്ടാകും. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് പോലീസ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ബോബി ചെമ്മണ്ണൂർ പലതവണയായി ഹണി റോസിനെതിരെ പറഞ്ഞ കാര്യങ്ങളും അത് വീഡിയോ സഹിതവും അതുകൂടാതെ മുൻപും ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ മറ്റു പലരോടും സംസാരിച്ചതിൻ്റെ എല്ലാം തന്നെ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണം, അതല്ലെങ്കിൽ റിമാൻഡിൽ വിടണം എന്ന ആവശ്യമായിരിക്കും പോലീസ് ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ ഈ സ്റ്റേഷനിൽ ഹാജരാക്കിയ ശേഷം ചോദ്യം ചെയ്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലും തന്നെ ഇപ്പോഴെന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇത്രയും ബുദ്ധിമുട്ടി എറണാകുളത്ത് നിന്ന് പോലീസ് വയനാട്ടിലെത്തി തന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ള രീതിയിലുള്ള മറുപടികളാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരാതിക്കാരി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഈ പരാതിക്കാരിയുടെ ഒരു സിനിമ ഈ മാസം റിലീസ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രമോഷന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അത്തരം തന്നെ അതിനുവേണ്ടി ബലിയാടാക്കി എന്ന കാര്യങ്ങളൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിനോട് പറയുന്നത്. അതായത് ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോഴും താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ അയാൾക്കൊരു കുറ്റബോധം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഇന്നലെ സ്റ്റേഷനിൽ വന്ന് സൈഫു എനിക്കൊന്ന് രാമൻപിള്ളയാണെന്ന് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അത് കൃത്യമായി ഇവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും രാമൻപിള്ള ആകാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെയും നമുക്കറിയാം, സിദ്ദീഖിന്റെ കേസിലാണെങ്കിലും ദിലീപിന്റെ കേസിലൊക്കെ ആണെങ്കിലും അഡ്വക്കേറ്റ് രാമൻപിള്ളയായിരുന്നു ശക്തമായ വാദങ്ങളുമായി വന്നിരുന്നത്. നല്ല ഒരു ക്രിമിനൽ ലോയർ കൂടിയാണ് രാമൻപിള്ള. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇന്ന് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ബോബി ചെമ്മണ്ണൂർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത്.